നാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന, ആയിരം ആരാധന ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന, ആയിരം ആരാധന ആയിരം ആരാധന ആയിരം ആരാധന. അൾത്താരയിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കാനുമായി സന്നിഹിതരായിരിക്കുന്ന കർത്താവായ യേശുവേ, അവിടുത്തെ സാന്നിധ്യം വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷകനും ആയ അവിടുന്ന് ഈ തിരുവോസ്തിയിൽ മറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നു. ഹൃദയത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. അധരം കൊണ്ട് ഞാനത് ഏറ്റുപറയുന്നു. കർത്താവേ, ഭൂമിയിൽ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഏതൊക്കെയോ ദേവാലയങ്ങളിലിരുന്ന് അങ്ങയെ ആരാധിക്കുന്ന അനേകരെ ഞാൻ ഭാവനയിൽ കാണുന്നു. അവരോട് ചേർന്ന് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഈ അൾത്താരയിൽ സന്നിഹിതരായിരിക്കുന്ന അവിടുത്തെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ആരാധിക്കുന്ന അനേക മക്കളോട് ചേർന്ന് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിലിരുന്നു കൊണ്ട് മലാഖമാരുടെയും വിശുദ്ധരുടെയും ഭൂമിയിലെ മനുഷ്യരുടെയും സ്തുതിഗീതങ്ങൾ സ്വീകരിക്കുന്ന കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് അവിടുത്തെ സന്നിധിയിൽ ഞാനും എൻ്റെ മുമ്പിൽ അവിടുന്ന് ഒന്നിച്ചു വന്നിരിക്കുകയാണ്. കർത്താവേ, ഇത് മനോഹരമായ ഒരു ഒന്നിച്ചു ചേരലാണ്. ഈ ഒന്നിച്ചു ചേരല് അവിടുത്തേക്ക് മഹത്വം കിട്ടുന്നതിനും എനിക്ക് അവിടുത്തെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതിനും കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്കെല്ലാം അനുഗ്രഹം കിട്ടുവാൻ ഇത് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹൃദയപൂർവ്വം ഈ സമയം അവിടുത്തെ സന്നിധിയിൽ ചെലവഴിക്കുവാൻ എൻ്റെ ശരീരത്തിന് ആരോഗ്യവും ബലവും നൽകണമേ. എൻ്റെ മനസ്സിന് ശാന്തതയും ഏകാഗ്രതയും തരണമേ. എൻ്റെ ബുദ്ധിയെ, ചിന്തകളെ പല വിചാരങ്ങളിൽ പെടാതെ ഏകാഗ്രമാക്കണമേ. എൻ്റെ ആത്മാവിൽ ദൈവവിശ്വാസവും ദൈവസ്നേഹവും നിറച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ പ്രാർത്ഥിക്കുവാൻ എന്നെ പ്രചോദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെല്ലായിടത്തുമുള്ള എല്ലാ ആളുകളോടും ചേർന്ന്, സകല സ്വർഗവാസികളോടും വിശുദ്ധരോടും ചേർന്ന്
നമുക്ക് അല്പസമയം നമ്മുടെ അധരങ്ങൾ കൊണ്ട് ചെറിയ സ്വരത്തിൽ സാധിക്കുമെങ്കിൽ ഈശോയെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. എല്ലാവരും ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാമോ? ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോ ആരാധന. എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ ദൈവവുമായി അങ്ങനെ ഏറ്റുപറയുന്നു. അങ്ങയെ ആശ്രയിക്കുന്നവരെ ലജ്ജിതരാകാൻ അനുവദിക്കാതെ അവരോട് കരുണ കാണിക്കുന്ന എൻ്റെ ദൈവമേ, ഞാൻ അവിടുത്തെ സന്നിധിയിൽ ഈ സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നോടും എൻ്റെ കുടുംബത്തോടും ഞാൻ പ്രാർത്ഥിക്കുന്നവരോടും കരുണ കാണിക്കാൻ ഈ അവസരം അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടത്തേക്ക് സ്വർഗത്തിലും ഭൂമിയിലും മഹത്വം ഉണ്ടാകട്ടെ. അതോടൊപ്പം ഞങ്ങളുടെ ജീവിതം അവിടുത്തെ കൃപയാൽ കൂടുതൽ മനോഹരവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ മഹത്വം, ഈശോ ആരാധന. ഈ ഗാനത്തോട് ചേർന്ന് ഈശോയെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. കർത്താവേ സ്തോത്രം, ഈശോയെ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഹൃദയം കൊണ്ട് അങ്ങനെ ഏറ്റു പറയാൻ സാധിക്കട്ടെ. ആരാധന, ആരാധന, ആയിരം ആരാധന. കർത്താവേ, അവിടുത്തേക്ക് ആയിരം ആയിരം ആരാധന ഉണ്ടായിരിക്കട്ടെ. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, ആയിരം ആരാധന, ആയിരം ആരാധന. പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്കൊരു ദൈവ വചനത്തെപ്പറ്റി ധ്യാനിക്കാം. ആ വചനം വായിക്കുന്നതിന് മുമ്പ് കർത്താവ് ആ വചനം പറയാനുണ്ടായ സാഹചര്യം ഞാൻ ഓർമ്മപ്പെടുത്താം. സ്നാപക യോഹന്നാൻ വധിക്കപ്പെട്ട വിവരമറിഞ്ഞ് അതിൽ ദുഃഖിതനായ ഈശോ ഒരു വിജന സ്ഥലത്ത് പോയി തനിച്ചിരിക്കാൻ ആഗ്രഹിച്ച് ഗലീലയ തടാകത്തിൻ്റെ ഒരു തീരത്ത് നിന്ന് മറ്റൊരു തീരത്തേക്ക് തനിച്ച് ഒരു വള്ളത്തിൽ യാത്രയായി. എന്നാൽ വീണ്ടും യേശു പറയുന്നത് കേൾക്കുവാനും യേശു നൽകുന്ന സൗഖ്യം സ്വീകരിക്കാനും ആഗ്രഹിച്ച ആളുകൾ യേശു എവിടേക്കാണ് പോയത് എന്ന് ദിശ മനസ്സിലാക്കി അവിടേക്ക് കരയിലൂടെ ഓടിപ്പോയി. വഞ്ചിയിൽ പോയ യേശു അവിടെ എത്തുന്നതിന് മുമ്പ് കരയിലൂടെ ഓടിയ ആളുകൾ അവിടെ എത്തി. അതുകൊണ്ട് വഞ്ചിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആകസ്മികമായി കർത്താവ് വീണ്ടും വലിയ ജനക്കൂട്ടത്തെ കാണുകയാണ്. ഇവർ എന്നെ അന്വേഷിച്ച് വന്നതാണ്, ഞാൻ പറയുന്നത് കേൾക്കാൻ വന്നതാണ്, എന്നിലൂടെ സൗഖ്യം സ്വീകരിക്കാൻ വന്നവരാണ് എന്ന് മനസ്സിലാക്കിയ കർത്താവ് വിശ്രമിക്കുക, തനിച്ചിരിക്കുക എന്നീ ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെച്ച് അവരോട് സംസാരിക്കാൻ തുടങ്ങി, രോഗികളെ സുഖപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ നേരം വൈകുന്നേരമായി. എന്നിട്ടും ആളുകൾ തിരികെ പോകുന്നില്ല. അപ്പോൾ സ്ലീഹന്മാർ കർത്താവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇത് വിജന സ്ഥലമാണ്, നേരം വൈകിയിരിക്കുന്നു, ഈ ജനം പട്ടിണിയാണ്, ഇവിടെ ഒന്നും വാങ്ങാൻ കിട്ടത്തുമില്ല, അതുകൊണ്ട് ദയവായി ഇവരെ പറഞ്ഞയക്കുക വീടുകളിലേക്ക്. അവർ വീട്ടിൽ പോയി എന്തെങ്കിലും കഴിക്കട്ടെ, നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അവർക്ക് നാളെയോ മറ്റന്നാളോ വേണമെങ്കിൽ നിൻ്റെ അടുത്ത് വീണ്ടും വരാമല്ലോ എന്ന് സ്ലീഹന്മാർ യേശുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ മറുപടി ഒരു വചനമുണ്ട്. പല വചനമുണ്ട്, അതിൽ ഒരു വചനമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. മത്തായി 14:14. ആ വചനം ഇങ്ങനെയാണ്: അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. ഇപ്പം കർത്താവിന് ഈ ജനത്തോട് അനുകമ്പ തോന്നി. ഒന്ന്, അവർ പട്ടിണിയിരിക്കുന്നു, അതൊരനുകമ്പ. രണ്ട്, അവർ രോഗികളാണ്,
അത് അനുകമ്പ. 3, അവരെ സഹായിക്കാൻ പറ്റിയ വേറെ ആരുമില്ല, ഞാനേ ഉള്ളൂ, അതുകൊണ്ട് അനുകമ്പ. അങ്ങനെ കർത്താവ് അവരോട് അനുകമ്പ തോന്നിയതുകൊണ്ട് വിശ്രമം വേണ്ടെന്ന് വെച്ച് സംസാരിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, സൗഖ്യം നൽകാൻ തുടങ്ങി. അങ്ങനെയാണ് കർത്താവ് 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് അവരെ തീറ്റി തൃപ്തരാക്കിയത്. ഇപ്പം കർത്താവിൻ്റെ ആ അനുകമ്പ അവിടെ പ്രകടമായി. ഒന്നാമത്, സ്വന്തം കാര്യം മറന്നു, വിശ്രമവും വേണ്ട, തനിച്ചു വരിക്കേണ്ട. 2, ഇവർക്ക് വചനം കേൾക്കണം, അത് കൊടുക്കാം. 3, അവർ രോഗികളാണ്, അവരെ സുഖപ്പെടുത്താം. 4, അവർ വിശന്നിരിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കാം. അത് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരത്ഭുതം ചെയ്യാം. അങ്ങനെ ഈ 4-5 സ്റ്റെപ്പുകൾ കർത്താവ് അവിടെ ചെയ്ത് അവരെ വചനം നൽകി, സൗഖ്യം നൽകി, ഭക്ഷണം നൽകി പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കർത്താവിൻ്റെ അനുകമ്പ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അനുകമ്പ മനുഷ്യരിലേക്ക് കടന്നു വരുന്നത് പല വഴികളിലൂടെയാണ്. എവിടെയാണോ ആവശ്യം അവിടെ ദൈവത്തിൻ്റെ അനുകമ്പ, ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വരുന്നത് പല വഴിക്കാണ്. അബ്രാഹവും ഇസഹാക്കും സക്കറിയായുമൊക്കെ മക്കളില്ലാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം അവരിലേക്ക് ചെന്നത് അവർക്ക് മക്കളെ നൽകിക്കൊണ്ടാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അനുകമ്പ കാണിച്ചത് വെള്ളം വീഞ്ഞാക്കി നൽകിക്കൊണ്ടാണ്. ആളുകൾ വിശന്നിരുന്നപ്പോൾ അനുകമ്പ കാണിച്ചത് ഭക്ഷണം നൽകിക്കൊണ്ടാണ്. രോഗികൾ തൻ്റെ അടുത്ത് വന്നപ്പോൾ അനുകമ്പ കാണിച്ചത് അവരെ സുഖപ്പെടുത്തിക്കൊണ്ടാണ്. സഖേവസിനോട് അനുകമ്പ കാണിച്ചത് ആ കുടുംബത്തിന് രക്ഷ നൽകിക്കൊണ്ടാണ്. നല്ല കള്ളനോട് അനുകമ്പ കാണിച്ചത് കുരിശിൽ കിടന്നുകൊണ്ട് നടത്തിയ ഒറ്റവാചക പ്രാർത്ഥന വഴി അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ രക്ഷിച്ചുകൊണ്ടാണ്. മഗ്ദലേന മറിയത്തോടും കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീയോടും അനുകമ്പ കാണിച്ചത് അവരോട് ക്ഷമിച്ചവരുടെ മുറിവുണക്കിക്കൊണ്ടാണ്. ഇങ്ങനെ കർത്താവ് ആർക്ക് ഏത് തരത്തിലുള്ള സഹായമാണോ ആവശ്യമുള്ളത്, ഏത് തരത്തിലുള്ള അനുകമ്പയാണോ ആവശ്യമുള്ളത്, ആ മേഖലയിൽ ആ ആവശ്യമുള്ള കാര്യം ചെയ്തു കൊടുത്തുകൊണ്ടാണ് അനുകമ്പ കാണിക്കുന്നത്. പാപിയാണെങ്കിൽ ക്ഷമിച്ചുകൊണ്ട്, രോഗിയാണെങ്കിൽ സുഖപ്പെടുത്തിക്കൊണ്ട്, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ട്, പാപമേറ്റു പറയുന്നവരോട് ക്ഷമിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ ആക്രമണത്തിന് വിധേയപ്പെടുന്നവരെ രക്ഷിച്ചുകൊണ്ട് കർത്താവ് അവരോട് കാരുണ്യം കാണിക്കുക. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ നമ്മൾ കാണുന്ന ഏത് കഥാപാത്രത്തെയും എടുത്തു നോക്കുക, ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ അതേ അവസ്ഥ നമ്മളും അനുഭവിച്ചിട്ടുണ്ട്. അതേ അവസ്ഥയിലൂടെ നമ്മൾ ചിലർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശക്കുന്നവരിന്നുമില്ലേ? സാമ്പത്തികമായി ജനിക്കുന്നവരിന്നുമില്ലേ? ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരിന്നുമില്ലേ? രോഗികളായിരിക്കുന്നവരിന്നുമില്ലേ? ചികിത്സിച്ചിട്ട് രോഗം മാറാത്തവരിന്നുമില്ലേ? പണമില്ലാത്തവർ ചികിത്സിക്കാൻ പറ്റാത്തവരൊന്നുമില്ലേ? സുവിശേഷതമ വായിക്കുന്നൊരു രോഗിണിയായ സ്ത്രീ ചികിത്സിച്ച് കയ്യിലുള്ളതെല്ലാം ചെലവഴിച്ചിട്ടും രോഗം മാറിയില്ലെന്ന് മാത്രമല്ല, രോഗം കൂടുക കൂടിയാണ് ചെയ്തത്. അങ്ങനത്തെ ഒരു നമ്മുടെ കൂട്ടത്തിലില്ലേ? കടവും വിലയും വാങ്ങി ചികിത്സിച്ചു, അറിയാവുന്ന ആശുപത്രിയിലൊക്കെ പോയി, മറ്റുള്ളവരെ പറഞ്ഞിടത്തൊക്കെ പോയി, പക്ഷേ രോഗം മാറുന്നില്ല. ഈ അവസ്ഥയിലുള്ളവരില്ലേ? സാമ്പത്തികമായി ഞെരുങ്ങുന്നവരില്ലേ? കടക്കണിയപ്പെട്ടവരില്ലേ? കുടുംബത്തെ സമാധാനം ഇല്ലാത്തവരില്ലേ? മനസാന്തരം വേണ്ടവരില്ലേ? ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കേണ്ടവരില്ലേ? പാപവഴികൾ വിട്ടുകളയേണ്ടവരില്ലേ? അപ്പം ഇന്നും അന്നത്തെ പോലത്തെ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ അനുകമ്പ നമുക്കും ആവശ്യമുണ്ട്. അത് പല തരത്തിലാണ് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. ഈശോ അവിടെ എന്നിട്ട് അപ്പം ആശീർവദിച്ച് വർദ്ധിപ്പിച്ചു. 5 അപ്പവും 2 മീനും മുന്നേ കൊണ്ടുവച്ചുകൊണ്ട് സ്ലീഹന്മാർ പറഞ്ഞു, കർത്താവെ, 5 അപ്പവും 2 മീനുമേ ഉള്ളൂ. 5000-ഓളം പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ വേറെ. ഈ 5 അപ്പവും 2 മീനും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? അപ്പോൾ സ്ലീഹന്മാരെ സംബന്ധിച്ച് 5 അപ്പവും 2 മീനുമേ ഉള്ളൂ എന്നതൊരു പ്രശ്നമായി. പ്രിയപ്പെട്ടവരെ, അതേ 5 അപ്പത്തിലേക്കും 2 മീനിലേക്കും കൈ ചൂണ്ടിക്കൊണ്ട് യേശു പറയുകയാണ്, 5 അപ്പവും 2 മീനും ഉണ്ടല്ലോ, ഇതാണ് പ്രശ്നത്തിന് പരിഹാരം.
ഇപ്പം സ്ലീഹന്മാരെ സംബന്ധിച്ച് 5 അപ്പവും 2 മീനും പ്രശ്നമാണെങ്കിൽ അതേ 5 അപ്പവും 2 മീനും യേശുവിന് പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഉള്ളത് എൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ. അവർ കൊണ്ടുവച്ചു. ഈശോ അതിനെ ആശീർവദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. പിതാവിന് നന്ദി പറഞ്ഞു, എന്നിട്ട് ആശീർവദിച്ചു. അപ്പോൾ എല്ലാവരും തിന്ന് മിച്ചം വരുവോളം അത് വർദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ അപ്പോസ്തലന്മാർ അനുഭവിച്ച നിസ്സഹായത അനുഭവിക്കുന്നുണ്ട്. പല വിഭവങ്ങളും നമുക്ക് ആവശ്യത്തിനില്ല. ആവശ്യത്തിന് പണമില്ല, ആവശ്യത്തിന് ആരോഗ്യമില്ല, ആവശ്യത്തിന് ബുദ്ധിയില്ല, ആവശ്യത്തിന് കഴിവുകളില്ല, ആവശ്യത്തിന് ക്ഷമയില്ല, ആവശ്യത്തിന് സഹനശക്തിയില്ല. മുൻകോപമാണ്, ദേഷ്യമാണ്, അരിശമാണ്, സങ്കടമാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്കുമുണ്ട്. അപ്പം നമുക്ക് ചെയ്യാവുന്നതാണ്, ഏത് നന്മയെടുത്താലും അല്പമെങ്കിലും നമുക്കുണ്ട്. ചെറിയ വരുമാനമെങ്കിലും ഉണ്ട്, അല്പം ആരോഗ്യമെങ്കിലും ഉണ്ട്, ഇച്ചിരി ബുദ്ധിയുണ്ട്. ഏത് കഴിവെടുത്താലും അല്പമെങ്കിലും ഉണ്ട്. ഇച്ചിരി ക്ഷമയും ഇച്ചിരി സഹനശക്തിയും ഇച്ചിരി വിശ്വാസവും ഇച്ചിരി പ്രത്യാശയൊക്കെ ഉണ്ട്. അപ്പം നമുക്കുള്ള ഈ നന്മകളെ നമ്മൾ ദൈവസന്നിധിയിൽ കൊണ്ടുവെക്കണം. പറയുന്ന കർത്താവേ ഇത്രയേ ഉള്ളൂ. നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളെയും കൊണ്ടുവെക്കണം. യേശു ആശീർവദിക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവായ യേശു ആശീർവദിക്കുമ്പോൾ നന്മയായിട്ടുള്ളത് വർദ്ധിക്കും, നന്മയായിട്ടുള്ളത് മാത്രമേ വർദ്ധിക്കത്തുള്ളൂ. അതേസമയം കർത്താവ് ആശീർവദിക്കുമ്പോൾ തിന്മയായിട്ടുള്ളത് വിട്ടുപോകും, അത് വർദ്ധിക്കുകയല്ല, വിട്ടുപോകും. കർത്താവിൻ്റെ ആശീർവാദം നന്മകളെ വർദ്ധിപ്പിക്കും, തിന്മകളെ നീക്കിക്കളയും. അതുകൊണ്ടാണ് രോഗികൾ സുഖപ്പെട്ടത്, വെള്ളം മേഞ്ഞായത്, പിശാച് വിട്ടുപോയത്, മാതാപിതാക്കൾ മക്കളെ ആശീർവദിക്കാൻ കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കുള്ള നന്മ തിന്മകളെ ഒന്ന് സമർപ്പിക്കാം. ഒന്നുമില്ലെന്ന് പറഞ്ഞാലും എല്ലാ നന്മകളുടെയും ഒരു പൊട്ടെങ്കിലും ഒരു പൊടിയിലെങ്കിലും നമുക്കുണ്ട്. ദൈവം തന്നത് നമ്മളോട് കൂടിയുണ്ട് എന്നൊന്ന് അംഗീകരിക്കാം. ഒന്ന് നിശബ്ദതയിൽ അത് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാമോ? രോഗിയാണെങ്കിലും ഒന്ന് പറയാമോ, കർത്താവേ ഒരു പൊടി ആരോഗ്യമെങ്കിലും എനിക്കുണ്ട്. വരുമാനമൊന്നും ഇല്ലെന്ന് പറയുമെങ്കിലും കർത്താവേ ചെറിയൊരു വരുമാനമുണ്ട്. ബുദ്ധിയില്ലെന്ന് പറഞ്ഞാലും കർത്താവേ അല്പം ബുദ്ധിയുണ്ട്. സഹനശക്തിയില്ലെന്ന് പറഞ്ഞാൽ കർത്താവേ അല്പമുണ്ട്. ക്ഷമയില്ലെന്ന് പറഞ്ഞാൽ അല്പം ക്ഷമയുണ്ട്. എല്ലാ നന്മയുടെയും അല്പം എനിക്കുണ്ട്. പക്ഷെ എൻ്റെ ആവശ്യം നിറവേറ്റാൻ അത് മതിയാവില്ല. കർത്താവേ, അന്ന് ആ അപ്പവും മീനും ആശീർവദിക്കാൻ ഉയർത്തിയ ആ കരം എൻ്റെ മേൽ ഞാൻ സമർപ്പിക്കുന്ന ഈ നന്മകളുടെ മേലൊന്ന് ഉയർത്തി അവയെ ഒന്ന് ആശീർവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ പ്രശ്നങ്ങളെ, കടബാധ്യതയാകാം, കുടുംബ പ്രശ്നമാകാം, അനാരോഗ്യമാകാം, രോഗങ്ങളാകാം, മറ്റെന്തുമാകാം, അതും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ്, നിൻ്റെ ആശീർവാദത്തിൻ്റെ ശക്തിയാൽ ഇവയെല്ലാം നീക്കിക്കളയണമേ. ഇന്ന് നിൻ്റെ ഒരു ആശീർവാദം എനിക്ക് വേണം. എന്നിലുള്ള നന്മകൾ ഇന്ന് വർദ്ധിക്കണം, തിന്മയായിട്ടുള്ളതിനെ വിട്ടുപോകണം. ഇന്ന് അവിടുത്തെ ആശീർവാദത്താൽ എൻ്റെ ജീവിതം കൂടുതൽ മനോഹരമാകണം. ഈ ഒരു നിയോഗത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഒന്ന് നിശബ്ദതയിൽ ഈശോ പറഞ്ഞ ഒരു വാചകവും കൂടെ ശ്രദ്ധിക്കാം. ഉള്ളത് എൻ്റെ അടുത്ത് കൊണ്ടുപോവാ, ഉള്ളത് എൻ്റെ അടുത്ത് കൊണ്ടുപോവാ. അത് കേട്ടിട്ടാണ് അവർ 5 അപ്പവും 2 മീനും കൊണ്ടുവച്ചത്. അത് കൊണ്ടുവച്ചത് കൊണ്ടാണ് കർത്താവിന് അതിനെ ആശീർവദിക്കാൻ കഴിഞ്ഞത്, അതിനെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ നമുക്കുള്ള നന്മകളെയും തിന്മകളെയും വിശ്വാസത്തിൽ ഈ അരളിക്കായുടെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാമോ? ഒരു നിമിഷം എടുത്തിട്ട്, കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതൊക്കെയാണ് എനിക്കുള്ള നന്മകൾ, ഇതൊക്കെയാണ് എനിക്കുള്ള തിന്മകൾ, കുറവുകൾ. ഈ നന്മകൾ തന്നതിന് ഞാൻ നന്ദി പറയുന്നു ദൈവമേ. പക്ഷെ എൻ്റെ ആവശ്യം നിറവേറ്റാൻ പല നന്മകളും മതിയാവുന്നില്ല. ഒരു സ്കേഴ്സിറ്റി, ഒരു ദൗർലഭ്യം ഞാൻ അനുഭവിക്കുന്നു. കർത്താവേ, നിൻ്റെ ഒരു ആശീർവാദത്താൽ അവയെ വർദ്ധിപ്പിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ രോഗങ്ങളെ, ബലഹീനതകളെ, മുറിവുകളെ, സാമ്പത്തിക പ്രയാസങ്ങളെ, കടബാധ്യതകളെ, കുടുംബത്തിലെ അസ്വസ്ഥതകളെ എല്ലാം സമർപ്പിച്ച് പറയുക, കർത്താവേ, ഇതൊക്കെയാണ് എൻ്റെ മനസ്സമാധാനം കെടുത്തുന്ന കാര്യങ്ങൾ. നിൻ്റെ ഒരു ആശീർവാദത്താൽ ഈ തിന്മകളെ ഒന്ന് നീക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ 2 ലൈൻ പാട്ട് പാടുന്ന സമയത്ത് നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ളതിനെല്ലാം ഈശോയുടെ മുമ്പിൽ ദയവായിട്ട് നിങ്ങൾ സമർപ്പിക്കുക വിശ്വാസത്തോടെ. കർത്താവേ, നിൻ്റെ ഒരു ആശീർവാദം ഇന്ന് എനിക്ക് വേണം. നിന്നെ ആ ജനക്കൂട്ടത്തോട് കാണിച്ചതുപോലെ എന്നോടും ഇന്ന് ഒരു അനുകമ്പ നീ കാണിക്കണം.
അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ രടികൾ പാടുമ്പോൾ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഓ കർത്താവേ, വിശ്വാസത്തോടെ ഹൃദയപൂർവ്വം ഞാൻ സമർപ്പിക്കട്ടെ. സർവവും എൻ്റെ ജീവിതത്തെ യേശുനാഥനായി ഞാൻ സമർപ്പിക്കുന്നു. സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ എനിക്കുള്ളവരെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കഴിവുകളെ സമർപ്പിക്കുന്നു. എന്റെ ബുദ്ധിയും ഹല്ലേലൂയ. എന്റെ ശക്തിയും ഹല്ലേലൂയ. നീ കർത്താവേ, എനിക്കു തന്നതൊക്കെയും കർത്താവേ, എല്ലാം നീ തന്നതാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. എന്റെ ബുദ്ധിയും എന്റേതാണെന്ന് ഞാൻ എന്റെ പറയുന്നെങ്കിലും ശക്തിയും നീ തന്നത് കൊണ്ടാണ് നീ എനിക്കുള്ളത്. എനിക്കു തന്നതൊക്കെയും കർത്താവേ, ഇതെല്ലാം നിന്റെ മുമ്പിൽ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. സർവവും ഹല്ലേലൂയ. യേശുനാഥനായി ഹല്ലേലൂയ. സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. നമുക്ക് വിവിധങ്ങളായ കാര്യങ്ങളെ ഇപ്പോൾ കർത്താവിനൊന്ന് സമർപ്പിക്കാൻ ശ്രമിക്കാം. അതിവേ നമ്മുടെ ജീവിതത്തെ തന്നെ സമർപ്പിക്കാം. കർത്താവാണ് നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നത്. അതിനെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്ക് ദീർഘായുസ് നൽകണമേ, എനിക്ക് ആരോഗ്യം നൽകണമേ. എൻ്റെ ശരീരത്തിൽ പലവിധ രോഗങ്ങളുണ്ട് കർത്താവേ, ആ രോഗങ്ങളിലേക്ക് നിൻ്റെ കൃപയൊഴുക്കണമേ. ആ രോഗങ്ങൾ സുഖപ്പെടുത്തുവാനായി രോഗം ബാധിച്ച എൻ്റെ ശരീരത്തിലേക്ക് നിന്റെ കാരുണ്യം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ രോഗവും എന്റെ സൗഖ്യവും എല്ലാ രോഗികൾക്കും എനിക്കു സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ നീക്കണമേ എന്ന് എന്റെ രോഗവും കർത്താവേ, എന്റെ നന്ദി. സൗഖ്യവും യേശുവേ, നീ നന്ദി. എനിക്കു തന്നതൊക്കെയും യേശുവേ, നന്ദി. സർവവും യേശുനാഥനാ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. കർത്താവേ, ഞങ്ങളെല്ലാവരും തന്നെ മനസ്സിൽ മുറിവുകളേറ്റവരാണ്. നാനാതരത്തിലുള്ള സങ്കടങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, ഭയങ്ങളുണ്ട്, ഉത്കണ്ഠകളുണ്ട്, ആകുലതകളുണ്ട്, നിസ്സഹായതകളുണ്ട്. മൊത്തത്തിൽ മനസ്സുകൊണ്ട് തളർന്നവരോ അവസ്ഥയിലാണ് ഞങ്ങളിൽ അധികം പേരും. ഓ കർത്താവേ, നീ ആശീർവദിക്കുമ്പോൾ എല്ലാ മുറിവുകൾക്കും സൗഖ്യം കിട്ടുമല്ലോ, എല്ലാ ഭാരങ്ങളും നീങ്ങിപ്പോകുമല്ലോ. അതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഓ കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയഭാരങ്ങളെ ഞാൻ അവിടുത്തെ മുമ്പിൽ ഇതാ സമർപ്പിക്കുന്നു. എല്ലാ മുറിവുകളെയും അവരുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ മനസ്സിൻ്റെ മുറിവുകളെ എത്തോളം നിന്റെ കരമൊന്ന് നീട്ടണമേ. ആ മുറിവുകളെ നീ ഒന്ന് സ്പർശിക്കണമേ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ, നിന്റെ ഭാരങ്ങൾ നിന്നെ വിട്ടുപോകട്ടെ, എൻ്റെ സമാധാനം നിന്ന് നിറയട്ടെ എന്ന് അവരെ തൊട്ടുകൊണ്ട് അവരോട് കരുണ കാണിച്ചുകൊണ്ട് ഒന്ന് പറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ദുഃഖവും എന്റെ ഭാരവും കർത്താവേ, നീ എനിക്കു തന്നതൊക്കെയും എന്റെ ദുഃഖവും എന്റെ ഭാരവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനാ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. കർത്താവേ, ഞങ്ങൾക്കുള്ള എല്ലാ നന്മകളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഭവനത്തെ, വസ്തുവകകളെ, ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജോലിയെ എല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങൾക്കുള്ള സമ്പത്തിനെ സമർപ്പിക്കുന്നു. കർത്താവേ, അത് നിന്റെ ദാനമാണ്. നന്ദി പറയുന്നു കർത്താവേ. നീ അപ്പം ആശീർവദിക്കുന്ന മുമ്പ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് നോക്കി നന്ദി പറഞ്ഞതുപോലെ നീ എനിക്ക് തന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഓ കർത്താവേ, അവിടത്തേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നിട്ട് കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്റെ കരമുയർത്തി ഈ നന്മകളെ ഒന്ന് ആശീർവദിച്ച് വർദ്ധിപ്പിക്കണമേ. എൻ്റെ ആവശ്യം നിറവേറ്റാൻ തക്കവതവയെ വർദ്ധിപ്പിക്കണമേ. കർത്താവേ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങളെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കടബാധ്യതകൾ കഷ്ടപ്പെടുന്നവരുടെ കടം വീട്ടുവാനായി നിന്റെ ആശീർവാദത്താൽ അവർക്ക് വഴികൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിവുകളില്ലാന്ന് വിലപിക്കുന്നവരുടെ കഴിവുകളെ നീ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹനശക്തി കുറവാ, ക്ഷമ കുറവാണ്, വിശ്വാസം കുറവാണ്, പ്രത്യാശ കുറവാണ് എന്നൊക്കെ പരിതപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉള്ള വിശ്വാസത്തെ, സഹനശക്തിയെ, ക്ഷമാശീലത്തെ, കഴിവുകളെ കർത്താവെ നിന്റെ ആശീർവാദത്താൽ വർദ്ധിപ്പിക്കണമേ. ഇന്നു മുതൽ അവരുടെ ജീവിതം വ്യത്യസ്തമാകട്ടെ. തങ്ങൾ കൂടുതൽ വിലയുറ്റവരാണ്, കഴിവുള്ളവരാണ്, കാര്യപ്രാപ്തിയുള്ളവരാണെന്ന് ഓരോരുത്തർക്കും തോന്നത്തക്ക വിധത്തിൽ കർത്താവിന്റെ ഉന്നതമായ ഒരു അഭിഷേകം, ശക്തമായ ഒരു അഭിഷേകം ഈ നിമിഷങ്ങളിൽ തന്നെ എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അല്പസമയം നമുക്ക് കർത്താവിനെ ഈ നിയോഗത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ നന്ദി, യേശുവേ നന്ദി. നിന്റെ കരം ഉയർത്തണമേ കർത്താവേ. ഒരു ആശീർവാദം കൊടുക്കണമേ കർത്താവേ. നന്മകളെ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ കർത്താവേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. ഓ കർത്താവേ, എല്ലാവരും നിന്റെ മക്കളാണ്. കരം നീട്ടണമേ, നിന്റെ കരത്തിൽ രക്ഷയുണ്ട്, നിന്റെ കരത്തിൽ സൗഖ്യമുണ്ട്, നിന്റെ കരത്തിൽ അനുഗ്രഹങ്ങളുണ്ട്, നിന്റെ കരത്തിൽ സമൃദ്ധിയുണ്ട്. നൽകണമേ കർത്താവേ. യേശുവേ നന്ദി. നിശബ്ദതയില് നമുക്കിനിയും കർത്താവിനോട് പറയാനുള്ളതെല്ലാം പറയാം. എവിടെയൊക്കെയാണോ ഒരു ആശീർവാദം വേണ്ടത് അതെല്ലാം ചോദിക്കാം. എവിടെയൊക്കെയാണോ കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കപ്പെടേണ്ടത് ആ മേഖലകളെല്ലാം സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അന്ന് ആ ജനത്തോട് കരുണ കാണിച്ച പോലെ ഇന്ന് എന്നോട്, എൻ്റെ കുടുംബത്തോട്, കുടുംബാംഗങ്ങളോട്, എൻ്റെ സാമ്പത്തിക മേഖലകളോട്, എൻ്റെ ആത്മീയ ജീവിതത്തോട്, എൻ്റെ എല്ലാ സാഹചര്യത്തോടും കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. അപ്പോൾ മീനും വർദ്ധിപ്പിച്ച പോലെ എൻ്റെ നന്മകളെ വർദ്ധിപ്പിക്കാൻ എന്നെ ആശീർവദിക്കണമേ. എന്നിലുള്ള തിന്മകളെ, കുറവുകളെ നീക്കുവാനായി ആ കരം എൻ്റെ മേൽ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 യേശുവിന്. ആരാധന 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 യേശുവിന്. ആരാധന ആരാധന ആരാധന